എറണാകുളത്ത് റോഡിലെ കുഴിയിൽ വീണ് പഞ്ചഗുസ്തി താരത്തിന്റെ തോളല് തകർന്നിരിക്കുന്നു. ദേശീയ മത്സരത്തിൽ പങ്കെടുക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിനിടെയാണ് പഞ്ചഗുസ്തി താരമായ മിലൻ ബേബിയുടെ തോളലിന് പരിക്ക് പറ്റിയത്. പൂനെയിൽ ഒരു ആം റെസ്ലിംഗ് കോമ്പറ്റീഷൻ ഉണ്ടായി. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് മനക്കപ്പടിക്ക് പോണായിരുന്നു. പോയിട്ട് തിരിച്ചു വന്ന വഴി അവിടുത്തെ ഒരു കുഴിയിൽ ചാടി വണ്ടി ആകെ പാളിയിട്ട് എൻ്റെ ഇവിടുത്തെ കോളർ ബോൺ ഉണ്ട്, അപ്പം അത് പൊട്ടി ആകെ പ്രശ്നമായിട്ട് ഇപ്പം സർജറി ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഡൈനാമോ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട് വലിയൊരു സൂപ്പർ പഞ്ച എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമായിരുന്നു. അത് കുറേ ക്യാഷ് പ്രൈസും റിവാർഡ്സും ഒക്കെ. അപ്പം അതിന് പോകാൻ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ട് തോളിലൊക്കെ പൊട്ടി ഇപ്പോൾ ആയത്. അരുൺ ശങ്കർ വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. അരുൺ, റോഡിലെ കുഴിയിൽ വീണാണ് വളരെ, അത് മാത്രമല്ല അദ്ദേഹം ഈ അടുത്ത മത്സരത്തിനായി തയ്യാറെടുക്കുകയാണ്. അതിനിടയിലാണ് ഈ പരിക്ക് പറ്റിയിരിക്കുന്നത്. ഇത് വലിയ കുഴിയാണോ, എന്താണ് സംഭവിച്ചത്? ഈ പരിക്ക് എത്രത്തോളം ഗുരുതരമാണ്? പരിക്ക് ഗുരുതരം തന്നെയാണ്. കാരണം വലത്തെ തോളെല്ലാണ് പൊട്ടിയിരിക്കുന്നത്. പഞ്ചഗുസ്തി താരമാണ്. അപ്പോൾ ഈ കൈ എത്രത്തോളം പ്രധാനമാണെന്നുള്ളത് പറയേണ്ട കാര്യമില്ലല്ലോ. കഴിഞ്ഞ ദിവസം മനക്കപ്പടിയിലേക്ക് പോകുന്ന വഴിക്കാണ് മാഞ്ഞാലി മനക്കപ്പടി റോഡിലെ കുഴിയിൽ ഈ മിലൻ ബേബി വീഴുന്നത്. അടുത്ത ദിവസം പൂനെയിലേക്ക് ഒരു ദേശീയ മത്സരത്തിന് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സാധന സാമഗ്രികൾ വാങ്ങാനായിട്ട് ബൈക്കിൽ പോയതായിരുന്നു. ഈ റോഡിലെ കുഴിയിൽ വീണാണ് പരിക്കേറ്റത്. നിലവിൽ ബെൽറ്റ് ഇട്ടിരിക്കുകയാണ്. സർജറി വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. സർജറി നടന്നു കഴിഞ്ഞാൽ എന്താകും തൻ്റെ പഞ്ചഗുസ്തിയിലെ ഭാവി എന്നുള്ളത് ഒരു ആശങ്കയായിട്ട് തന്നെ മിലനുണ്ട്. എന്തായാലും നമ്മുടെ അധികാരികളുടെ കൃത്യവിലോപം തന്നെയാണ് ഈ ചെറുപ്പക്കാരൻ്റെ ആഗ്രഹങ്ങൾക്ക് ഇപ്പോൾ വിലങ്ങുതടിയായിരിക്കുന്നത്. കാരണം ജൽജീവൻ പദ്ധതി പ്രകാരം ഈ റോഡിൻ്റെ സൈഡിൽ കുഴിയെടുത്തിരുന്നു. ആ കുഴിയെടുത്തതിന് ശേഷം അവിടെ മെറ്റലിട്ട് മൂടി. പക്ഷേ അതിൻ്റെ ടാറിങ് പൂർണ്ണമായില്ല. അതിനിടയിലാണ് മഴ പെയ്തത്. പിന്നെ അത് കുഴിയായി. ആ കുഴി മഴ പെയ്ത സമയത്താണ് ഈ ചെറുപ്പക്കാരൻ വാഹനം എടുത്ത് പോയത്. അപ്പോൾ കുഴി കാണാൻ പറ്റിയില്ല. അങ്ങനെയാണ് അവിടെ വീണു പോകുന്നതും തോളലിന് പരിക്കേൽക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ അധികൃതരുടെ വീഴ്ച തന്നെയാണ് ഈ ചെറുപ്പക്കാരൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്നുള്ളത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു.